കുളിപ്പിക്കാന്നും പറഞ്ഞു പോയ മനുഷ്യനാണ്. കുളിപ്പിച്ച് കിടത്തേണ്ടി ഓർത്തില്ല. അയ്യോ, ശരിക്കും എന്തോ പറ്റിയോ? കുളിക്കാൻ പോയപ്പോൾ അടിയൊഴുക്കിപ്പെട്ടാന്നാ പറഞ്ഞേട്ടെ. പക്ഷെ കക്ക വാരുന്ന പിള്ളേര് പറഞ്ഞത് കുളിസിയും കാണാൻ വേണ്ടി വെള്ളത്തിൽ മുങ്ങിക്കിടന്നപ്പോൾ ഒഴുകിപ്പോയതാണ്. എന്നതാ? ഇത് കഴിഞ്ഞിട്ട് കവലയ്ക്ക് പോയി നാലാളോടൊന്ന് പറയണം. അങ്ങനെ എന്റെ അപ്പനായിരിക്കും തോസം പറഞ്ഞോടാ. ഞാൻ പറഞ്ഞിപ്പോ നിന്റെയൊക്കെ സാധിർന്നേട്ടാ, എന്നെ കൊച്ചിനെ വിട്ടിട്ട് പോയത് എന്തിനാ? കിടക്കണ കിടപ്പുണ്ടോ? മരിച്ചെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഷുഗർ വന്നേരത്ത് എനിക്ക് അതൊക്കെ പറയാം. ഇങ്ങനെ ആരും എന്തെങ്കിലും കള്ളക്കഥ പറഞ്ഞുണ്ടാക്കില്ല. മരിച്ചതിൻ്റെ പേരിലെങ്കിലും വെറുതെ വിടും. ഇമോഷണലാക്കി വെറുതെ സമയം കളയരുത്. നിന്റെ ബോഡി എടുക്കാനുള്ള പരിപാടി അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തേപ്പിച്ച് കഴിഞ്ഞാൽ അറിയാലോ. മരിച്ചവരുടെ ലോകത്തിലേക്ക് സ്വാഗതം. നിന്റെ മുമ്പിൽ രണ്ട് വഴികളുണ്ട്. ഒന്ന്, ഇവിടെ ഒരു പ്രേതാത്മാവായി ഗതി കിട്ടാതെയായ, അല്ലെങ്കിൽ സമാധാനത്തിന്റെ ഒരു പുതിയ ലോകത്തിലേക്ക് കടന്നു കാണാം. പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്. നിന്റെ മൃതദേഹം തീയിലെറിഞ്ഞ് തീരുന്നതിന് മുമ്പായി ആരെങ്കിലും ഒരാൾ നീ ചെയ്തൊരു നന്മയെക്കുറിച്ച് മനസ്സറിഞ്ഞ് പറയണം. ഇല്ലെങ്കിൽ താനാണോ കിടക്കുന്നത്? അതെ. ഇവിടെ നിൽക്കൂ, അങ്ങ് പോകൂ. തീരുമാനമായിട്ടില്ല. ഐ ആം വെയിറ്റിംഗ്. താനെങ്ങനെ മരിച്ചേ? മരണാനന്തര ജീവിതം എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗവേഷണം ചെയ്യുകയായിരുന്നു. നിന്റെ സെറ്റപ്പ് അങ്ങനെ അറിയാൻ വേണ്ടി കയറി തൂങ്ങി ചത്തുപോയി. അത് ശരി. എന്താ തൻ്റെ ടാസ്ക് മോശം കിട്ടാനായിട്ട്? അങ്ങനെ പ്രത്യേക ടാസ്ക് ഒന്നുമില്ല. എന്തായാലും ഇറങ്ങിയില്ലേ, ഇനി പഠിച്ചു തീർത്തിട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞേക്കും. ഇതേണ്ട, ആ പോയ പോലെ ഇരിക്കും സെറ്റ് അവസ്ഥ. ഇനി ഒരു 1/2 മണിക്കൂറും കൂടെ ഉണ്ട് നിനക്ക്.